കണ്ടോ എനക്ക്? ഇത് കേൾക്കുന്നില്ല. കണ്ടോ? ശരിയായോ? ഓക്കെ. കാണുന്നുണ്ട് കേട്ടോ. കാണാണ്ടോ എന്നെ? നീ എവിടെയല്ല ആദ്യം ഇരുന്നേ? ആ നിക്കൂ. ഉണ്ട് ഏട്ടാ, ധാരാളം പണിയാണ് ഇവിടെ. നിറയെ ആൾക്കാർക്ക് വന്നിട്ടുണ്ടേ. അമ്മാത്തിന്നൊക്കെ നിറയെ പേര് വന്നിട്ടുണ്ട്. ഞാൻ ഒരാളേ ഉള്ളൂ. ഇത് അമേരിക്കയിൽ നിന്റെ ഏട്ടനാ. അത് സംസാരിക്കേ. അത് നമ്മുടെ ഇന്ദോപ്പോളുടെ മോനെ. പറയേട്ടാ, എപ്പോഴാ വരണേ? മമ്മിക്ക് എങ്ങനെയുണ്ട്? മോശമാണ്. നോട്ട്സ് ഒന്നും കുടിച്ചിട്ടില്ല. പിന്നെ ഞാന് ലീവിന് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നല്ല മഴയാ. നാട്ടിലെ പോലെ ഒന്നല്ല, ഇവിടെ ഭയങ്കര ഭീകര. എനിക്ക് വരാൻ പറ്റുമോന്ന്? അയ്യോ ഏട്ടാ, അപ്പൊ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ? അതാ പറഞ്ഞു. എടി ഒരു മിനിറ്റ്, ഇവിടെ ഭയങ്കര ഈയല്. ഞാൻ പുറത്തെ ലൈറ്റ് നോട്ടെ. പറയ്. ഈ അമേരിക്കയിൽ ചെയ്യാൻ പറ്റുള്ളൊക്കെ ഉണ്ടോ? ഇവിടെ ഇല്ലാത്തതായിട്ടൊന്നുമില്ല. പിന്നെ മഴയല്ലേ. ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലാവുന്നുണ്ടോ? അമ്മയുടെ കാര്യങ്ങൾക്കൊന്നും എത്താൻ പറ്റില്ല. ഏട്ടല്ലാണ്ട് എങ്ങനെയാട്ടാ? അതാ പറഞ്ഞിരുന്നേ, ഞാനില്ല എന്നുള്ളത് കുറവ് വരണ്ട. കാശ് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഞാൻ അക്കൗണ്ടിൽ ഇട്ടത്. ചടങ്ങുകളൊക്കെ നല്ല ഭംഗിയായിട്ട് നടക്കട്ടെ. പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്നേ. എത്താൻ പറ്റേണ്ടല്ലേ? സന്തോഷത്തോട് ചടങ്ങിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറയും. പിന്നെ ചടങ്ങിനൊരു വീഡിയോ പിടിക്കാൻ ഒരാളെ ഏർപ്പാടാക്കണം. അയ്യേന്നാ, ഇതൊക്കെ യൂഷ്വൽ ആയിട്ടുള്ള കാര്യങ്ങളല്ലേ. എനിക്ക് വരാൻ പറ്റില്ലല്ലോ. പിന്നെ ജാക്കിനും മോൾക്കും ഒക്കെ കാണുകയും ചെയ്യാം. അതൊക്കെ ക്രിസ്ത്യാനികളുടെ ഏർപ്പാടല്ലേ? നമ്മള് ഹിന്ദുക്കൾക്കൊന്നും ഇല്ലല്ലോ. ഇപ്പൊ എല്ലാരും ചെയ്യും. ഇതിൽ നമ്മുടെ ഒരു കൾച്ചറുണ്ട്. ഇവിടെ ആണെങ്കിൽ ദയിപ്പിക്കലും പുറകെങ്കിലും പരിപാടികളൊന്നും ഇല്ല. ഇവർക്ക് ഇത് കാണാൻ വലിയ ഇഷ്ടമാണ്. നമ്മുടെ ഇവിടുത്തെ കല്യാണമൊക്കെ പിന്നെ മനുഷ്യത്വം യൂട്യൂബിൽ കണ്ടിട്ടുണ്ട്. വേണം, അതൊക്കെ വേണം. കല്യാണ സീസണാണ്. സന്തോഷനോട് പറഞ്ഞ് ഒരു വീഡിയോ തന്നെ ഏർപ്പാടാക്കാൻ പറ. ഞാൻ വിളിച്ച് പറയണോ അവനോട്? നല്ല ക്ലാരിറ്റി വേണം. വലിയൊരു കരയുന്ന സീനൊക്കെ എടുത്തിട്ട് വീഡിയോ നടക്കരുത്. ചിറ്റയൊക്കെ വെറുതെ കള്ളക്കരച്ചില്ല. കല്യാണ വീഡിയോയിലെ പാട്ടൊന്നും എടുത്ത് എഡിറ്റ് ചെയ്ത് കുളവാക്കല്ലേ. ഫുള്ള് വീഡിയോ എനിക്കൊരു ഹാർഡ് ഡിസ്കിലാക്കി കൊറിയർ ചെയ്യണം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ സന്തോഷത്തോടെ എന്നെ വിളിക്കാൻ പറയും. അഡ്രസ് അറിയാലോ നിനക്ക്? പിന്നെ അഡ്രസ്സിന്റെ ഒപ്പം നീ ഒരു പേനയും പേപ്പർ എടുത്തേ. ഒരു മിനിറ്റ് അങ്ങോട്ട് പോണേ. വേഗം എടുക്ക്. എടുത്താ? എടുത്താ? കിട്ടി, പറയൂ. കൊറിയറിന്റെ പുറത്തെ ഇങ്ങനെ എഴുതണം: ലാസ്റ്റ് മൊമെന്റ്സ് ഓഫ് ആൻ അമേരിക്കൻ സിറ്റിസൺസ് ഇന്ത്യൻ മദർ. ലാസ്റ്റ് മൊമെന്റ്സ് ഓഫ് ആൻ അമേരിക്കൻ സിറ്റിസൺസ് ഇന്ത്യൻ മദർ. ബ്രാക്കറ്റില് നോൺ മുസ്ലിം. എഴുതിയോ? കറക്റ്റ് ആയിട്ട് എഴുതണേ, അല്ലത് ഇവിടെ കിട്ടൂല. ഈ സിറ്റിസൺ എന്തേ? സിറ്റിസന്റെ സ്പെല്ലിംഗ് എല്ലടി പോത്തെ ZEN. അത് ദൂരം നിനക്ക് അറിയില്ലേ? എഴുതിയോ? അതെ, ഇവിടെ ഭയങ്കര ഈയല്. ഞാൻ സിസ്റ്റം ഒന്ന് ഓഫ് ചെയ്യട്ടെ. അപ്പൊ അമ്മയോട് പറയാട്ടോ. ഞാൻ പിന്നെ ഒരു ഓൺലൈൻ. ഓക്കെ, ടേക്ക് കെയർ.